ജോളി ചെറിയത്ത് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലാണ്. നമുക്കറിയാം നേരത്തെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞ പല ആൾക്കാരും, ഞാൻ നേരത്തെ ശ്രീ ഭാഗ്യലക്ഷ്മിയോട് ചോദിക്കുകയായിരുന്നു അവരുടെയൊക്കെ അവസ്ഥ എന്താണ്, എത്ര പേർക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്, അവരെ പിന്തുണയ്ക്കാൻ തയ്യാറാകുന്ന എത്ര പേരുണ്ട് സിനിമാ രംഗത്ത്. ഈ പറഞ്ഞതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അല്ലെങ്കിൽ ലഹരിക്ക് ഉപയോഗിക്കുന്ന നടന്മാരെ മാറ്റി നിർത്താൻ തയ്യാറാകുന്ന എത്ര സംവിധായകരോ നിർമ്മാതാക്കളോ ഉണ്ട് എന്നുള്ളത്. അത്തരം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് വിൻസിയുടെ വെളിപ്പെടുത്തൽ. തീർച്ചയായിട്ടും കേട്ടിരുന്നു എന്റെ ചോദ്യം? കേൾക്കാമോ? പറയാം. ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ഒന്നുമില്ല, ഈ വിൻസിക്ക് എത്ര പിന്തുണ സിനിമാ മേഖലയിൽ നിന്ന് കിട്ടും, വിൻസിയുടെ ഇനിയുള്ള സിനിമാ കരിയർ എങ്ങനെയായിരിക്കും, ഈ പറഞ്ഞ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ മാറ്റി നിർത്താൻ എത്ര ആളുകൾ തയ്യാറാകുമെന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ. ഞാൻ എൻ്റെ ഒരു മനസ്സിലാക്കലിൽ നിന്ന് ഞാൻ തുടക്കം മുതലേ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിൻസിയുടെ വീഡിയോ ഒന്ന് കണ്ടിരുന്നു. അപ്പൊ അതിൽ നിന്നുള്ള ചില കാര്യങ്ങളാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഒന്ന്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരൊരു ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രസന്റേഷനിലാണ് അവർ ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് തികച്ചും അവരുടെ ഒരു സ്പേസിൽ, ഒരു വർക്ക് സ്പേസിൽ അവര് കംഫർട്ടബിൾ അല്ല എന്നുള്ള അവരൊരു അനുഭവത്തിൽ നിന്നാണ് അവരങ്ങനെ പറയുന്നത്. ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കുന്നത്, ഇതുപോലെ തന്നെ അത് അങ്ങനെ ഒരു അനുഭവത്തിന്റെ പുറത്ത് അതൊരു മെയിൽ ആക്ടറാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ എന്തുമാത്രം കയ്യടിയായിരിക്കും കിട്ടുക. കാരണം ഒരു ധാർമ്മികമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള റൈറ്റ് പോലും ഇവിടെ ഒരു പുരുഷനാണെങ്കിൽ അതിന് ഭയങ്കര കയ്യടി കിട്ടുന്ന ഒരു രീതിയിലേക്ക്, നേരെ മറിച്ച് അതൊരു സ്ത്രീയാണ്, അത് അത്രയും പ്രിവിലേജ്ഡ് അല്ലാത്ത ഒരു സ്ത്രീയാണെങ്കിൽ അതിനെ കൂവി തോൽപ്പിക്കുക. അപ്പൊ ഈ സമൂഹത്തിന്റെ ഒരു മോറൽ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയാണെന്നുള്ളതാണ്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ലീഡ് റോൾ ചെയ്യുന്ന ഒരു നടനാണ് ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്. എന്റെ കൂടെ ഒരു കൊളീഗ്, ലഹരി ഉപയോഗിക്കുന്ന ഒരു കൊളീഗ് ഉണ്ടെങ്കിൽ അയാളെ കൂടെ ഞാൻ സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നവരെ ഉൾപ്പെടുത്തില്ല എന്ന് ഈ സമൂഹം അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമൂഹത്തെ വിപത്തോ അതുണ്ടാക്കുന്ന ക്രൈസിസോ ഒന്നല്ല അവരുടെ വിഷയം, മറിച്ച് കൂവി തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് അത് പറഞ്ഞതെങ്കിൽ അതിനെ ഉടനെ കൂവി തോൽപ്പിക്കുക, അതിനെ അഡ്രസ് ചെയ്യാതിരിക്കുക. വേറൊന്നും, ഇനി കാര്യത്തിലേക്ക് വരാം. ഈ ഒരു വർക്ക് സ്പേസ് എന്നല്ല, ഏതൊരു പബ്ലിക് സ്പേസിലും നമ്മൾ ലഹരി ഉപയോഗിച്ച് വരാൻ പാടില്ല എന്നുള്ളത് എവിടെയും ബാധകമാണ്. സിനിമയിൽ മാത്രമല്ല, എവിടെയും ബാധകമാണത്. അത് ഒഫൻസാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അത് അഡ്രസ് ചെയ്യേണ്ടത് വിൻസി അല്ലായിരുന്നു. വിൻസിനെ അവിടെ നിയോഗിച്ച ആളുകളാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു ആക്ഷൻ എടുക്കേണ്ടിയിരുന്നത്. അപ്പൊ എനിക്ക് ഭ്രഷ്ട് റദ്ദ് ചെയ്യാ, ഒരാളെ ടോട്ടലി റദ്ദ് ചെയ്യുക, അതിലേക്കല്ല എത്തേണ്ടത്. മറിച്ച് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് വർക്ക് സ്പേസിൽ ഇത്തരം കാര്യങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത്, അങ്ങനെ ചെയ്തു വന്നാൽ വർക്കിൽ നിന്ന് പുറത്ത് നിർത്തുക എന്നുള്ളത്, ആ വർക്കെങ്കിലും ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാതിരിക്കുക. പക്ഷെ ഇതിനകത്ത് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു ലീഡ് ആക്ടറെ വെച്ച് പ്രോജക്റ്റ് ഓൺ ചെയ്ത് അതിലേക്ക് ഇത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്ന അത്ര ലാഘവത്തിൽ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ ഒരു നിർമ്മാതാവിന് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഫിലിം ഫ്രട്ടേണിറ്റി തന്നെ ആ ജാഗ്രത കാണിക്കണം. നമ്മളെ വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത്, പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ കീപ്പ് ചെയ്തേ പറ്റൂ. അപ്പൊ അതിന് ഈ തുടക്കത്തിൽ തന്നെ അത് സ്ട്രിക്റ്റ് ആയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യാതിരിക്കുക, സെറ്റിനകത്ത് അത് ഉപയോഗിക്കാൻ അനുവദിക്കാതിരിക്കുക. അവര് പേഴ്സണൽ സ്പേസിൽ അവർ എന്തും ആയിക്കോട്ടെ. നമ്മൾക്ക് ഇത് മൊത്തം നിരോധിച്ചിട്ട് ഇവിടെ ആകെ പ്യൂരിറ്റനിസം കൊണ്ടുവരിക എന്നുള്ളതൊന്നും നടപ്പാവുന്ന കാര്യമാണ്. കാരണം മനുഷ്യ സമൂഹം ഉണ്ടായ കാലം തൊട്ട് ലഹരിയുണ്ട്. പക്ഷെ അതിന്റെ ഒരു ക്രിമിനൽ വൽക്കരണം എന്ന് പറയുന്നത് ഈ താഴേക്കിടയിലുള്ള മനുഷ്യരെ മാത്രം ക്രിമിനൽ പൊസിഷനിൽ നിർത്തി ഇതിനകത്ത് വിധിയും വിചാരണയും മോറൽ പൊസിഷനിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു അപകടമുണ്ട്. കാരണം ഇത്തരം കെമിക്കൽ ഡ്രഗ്സ് ഒന്നും സാധാരണക്കാരുണ്ടാക്കുന്നതല്ല, അവരെ കൊണ്ട് അതിന്റെ ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല. അവർ അതിനകത്തെ കരുക്കളോ ഇരകളോ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ആളുകൾ കള്ളുകുടിക്കുന്നതിലോ ആളുകൾ ഇത് ഉപയോഗിക്കുന്നതിലോ നമുക്കൊക്കെ വ്യക്തിപരമായ ധാർമ്മികതയുടെ പുറത്തു വന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിനീ പറഞ്ഞ മാതിരി അത്രയും രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും സമൂഹത്തിനോട് ഒരു ഉത്തരവാദിത്വവും മനുഷ്യ ജീവിതത്തിനോട് ഒരു അന്തസ്സുള്ള അപ്രോച്ചുള്ള മനുഷ്യർക്ക് അല്ലെങ്കിൽ ഒരു ഗവേണിംഗ് സിസ്റ്റത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് വ്യക്തി ധാർമ്മികത കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ വിഷയം ഇവിടെ അതല്ല. ഇവിടെ ഇനി ഇപ്പൊ അവൾക്ക് വിൻസിക്ക് ജോലി കിട്ടോ ഇല്ലയെന്നുള്ളതൊക്കെ പിന്നെയും അത്
റിറ്റാലിയേഷൻ എന്ന് പറയുന്നത് ഒരു തുറന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, സത്യസന്ധമായി തനിക്കുണ്ടായ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ റിറ്റാലിയേഷൻ ആണ് ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ അത് ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫിലിം ഫ്രട്ടേണിറ്റി ഗൗരവപൂർവ്വം കാണണം. അങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ കൊളീഗ്സിനെ, പ്രത്യേകിച്ച് സ്ത്രീകളായവരെ നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതിനൊരു ഉത്തരം പ്രൊഡ്യൂസേഴ്സ് അടങ്ങുന്ന, ആക്ടേഴ്സ് അടങ്ങുന്ന, ടെക്നീഷ്യന്മാരടങ്ങുന്ന ആ ഫിലിം ഫ്രട്ടേണിറ്റി ആണ് അതിന് ആൻസർ കാണേണ്ടത്. തീർച്ചയായും നന്ദി. തീർച്ചയായും ഏതായാലും നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം.